എൻ്റെ ഒരു പരീക്ഷണം കേട്ടോ ഈ ഒരു റെസിപ്പി. അതിന് വേണ്ടിയിട്ട് ചിക്കന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് സോയാ സോസ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്തിട്ട് 1 ടീസ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അത് നന്നായി വേവിച്ചെടുക്കുന്നുണ്ട്. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേവിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നല്ല കട്ടകളില്ലാതെ തന്നെ അതും ചേർത്തെടുക്കണേ. ആവശ്യത്തിനുള്ള പാലൊഴിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ചേർക്കേണ്ട, അതിന് പകരം ഞാനിവിടെ ചീസ് എടുക്കുന്നുണ്ട്. സ്ലൈസ്ഡ് ചീസ്, ആ യെല്ലോ ചീസ് ഉണ്ടല്ലോ, അതാണ് എടുക്കുന്നത്. അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് വൈറ്റ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഫ്രൈ പാനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കരിവേപ്പിൻ്റെ ഇല ചെറുതായിട്ട് അരിഞ്ഞതും, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് മുന്നേ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതിന് ശേഷം ഈ മസാലയിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി അടച്ച് വെച്ചതിന് ശേഷം ഒന്നുകൂടി മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കുക കേട്ടോ. ലാസ്റ്റ് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഞാനതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ചൂടാറിയതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് സ്വിസ്സിൻ്റെ സ്പ്രിംഗ് റോളാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആദ്യം വൈറ്റ് സോസ് ഒഴിക്കുക, എന്നിട്ട് നമ്മുടെ മസാലയും കൂടിയും ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മൊസറല്ല ചീസ് ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പരീക്ഷണം ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കുന്ന നേരത്തൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ പരീക്ഷണമാണെങ്കിലും നല്ല റെസിപ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക.